വെൽക്കം ബാക്ക്. സോ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതിൽ വരുന്ന ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ ഡീൽ ചെയ്യാം. ഒന്ന്, ഇറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് എ കറൻറ്റ് ലയബിലിറ്റി or it can be taken as a non-current item. ഓക്കെ, സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള, പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്തതിനുമായി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസിഡർ ഇറ്റ് ആസ് എ നോൺ കറൻറ്റ് ഐറ്റം. ഓക്കെ, നോൺ കറൻറ്റ് ഐറ്റമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഏത് ഐറ്റമായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ടേക്കൻ ആസ് എ കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കറൻറ്റ് ലയബിലിറ്റീസിനെ പോലെ തന്നെ നമ്മൾ എടുക്കുക, അതായത് കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ കാറ്റഗറിയിൽ എടുക്കുക. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്, ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഔട്ട്ഫ്ലോ ആണ്. പക്ഷെ അതിന് അപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ടാക്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് നമ്മളുടെ അടുത്ത് നിന്ന് കുറയുമ്പോൾ അതും കറൻറ്റ് അസറ്റിലാണ് ഡിക്രീസ് ഉണ്ടാകുന്നത്. സോ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ടും കറൻറ്റ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകുന്നില്ല. സോ ഓൾറെഡി ക്യാഷ് കുറഞ്ഞതായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇനി ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവിഷൻ ഫോർ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊന്നും ഒരു ഇഫക്റ്റും എവിടെയും വരേണ്ട ആവശ്യമില്ല. അതായത് അത് നമ്മളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നോർമൽ കേസിൽ നമ്മളത് പറഞ്ഞത് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ നോൺ കറൻറ്റ് ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് റൂള്. ഇനി കറൻറ്റ് ഐറ്റമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത് എങ്കിൽ, പ്രത്യേകിച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കറൻറ്റ് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ള ഐറ്റത്തിനെ നമ്മൾ കറൻറ്റ് ലയബിലിറ്റിയിൽ എടുക്കുന്നു. അത് മാത്രം ചെയ്താൽ മതി. പിന്നീട് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എവിടെയും കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഇനി നോക്കുക, നോൺ കറൻറ്റ് ഐറ്റം ആയിട്ട് എടുക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കവാറും ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് തരും. അപ്പോൾ നമ്മൾ നോൺ കറൻറ്റ് ഐറ്റം ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ ഇത് എടുക്കുകയേ വേണ്ട, കാരണം ഇതൊരു നോൺ കറൻറ്റ് ഐറ്റമാണ്. പിന്നെ നോൺ കറൻറ്റ് ഐറ്റം ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കൺസേൺഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന്. ഹിഡൻ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കാം. ഒന്നുകിൽ പ്രൊവിഷൻസ് മെയ്ഡ് അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒന്നും ആയിരിക്കാം ഹിഡൻ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? If additional information regarding tax is given, provision for tax may be treated as non-current liability. Okay, അതാണ് നമ്മളുടെ റൂള്. ഇനി നോക്കുക, if there is additional information about provision for taxation made during the year, provision for taxation account will show tax paid during the year as a balancing figure. നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ എഴുതും. എന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷൻസിൽ സപ്പോസ് നമുക്ക് ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊവിഷൻ, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പ്രൊവിഷൻ്റെ ഡീറ്റെയിൽസാണ് അഡീഷണൽ ഇൻഫർമേഷൻസിൽ തന്നിട്ടുള്ളത് എങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാക്സ് പെയ്ഡ് ആയിരിക്കും. ഓക്കെ, അതേസമയം അഡീഷണൽ ഇൻഫർമേഷൻസിൽ നമുക്ക് ടാക്സ് പെയ്ഡിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത് എങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കും.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹിഡൻ ഇൻഫർമേഷൻ ഒന്നുകിൽ പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ആയിരിക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ വിൽ ഹാവ് ടു ബി ആഡഡ് ടു കറൻറ്റ് അക്കൗണ്ട്. നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ബാക്കിയുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മെയ്ഡ്. അതുകൂടാതെ ടാക്സ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ എവിടെയും കാണിക്കണം, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ളതിലും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നോൺ കറൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ തൊടുകയേ വേണ്ട. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഹിഡൻ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിരിക്കാം. അപ്പോൾ എന്തായാലും അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയറിനെ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്ന ആ ഒരു ഔട്ട്ഫ്ലോ അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The opening balance in the provision for taxation account as on 1/1/2019 is 50,000 and the closing balance on 31/12/2019 is 60,000. Okay, then the tax paid during the year is amounted to rupees 43,000. നമുക്ക് തന്നിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ടാക്സ് പെയ്ഡ് ആണ്, 43,000 ആണ്. ഹൗ വിൽ യു ഡീൽ വിത്ത് ദിസ് ഐറ്റം ഇൻ ഫ്രണ്ട് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്? സോ നമുക്കറിയാം ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നു, ടാക്സ് പെയ്ഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാക്സ് പെയ്ഡ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ഇത് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് വരുന്നത്? ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക. ഓപ്പണിംഗ് ബാലൻസ് 50,000 ആണ്. ഇനി ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ടു ക്യാരി ഡൗൺ എത്രയാണ്? 60,000 ആണുള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളതാണ് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 43,000 ആണ്. ഓക്കെ, അപ്പോൾ ടാക്സ് പെയ്ഡിൻ്റെ ഇത് വരിക പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഡെബ്റ്റഡ് ടു ക്യാഷ് ആണ്. ടാക്സ് പെയ്ഡ് എത്രയാണ്? 43,000 ആണ്. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. സോ ഇവിടെ 1,03,000 വരും, ഇവിടെയും 1,03,000 വരും. അപ്പോൾ ഇവിടെ വരുന്നത് 53,000 ആണ്. ഇതാണ് ബാലൻസ്. ഈ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ബാലൻസിങ് ഫിഗറാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണ് ഈ ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. അതിന് നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി സപ്പോസ് നമുക്കിവിടെ പ്രോബ്ലത്തിൽ പ്രൊവിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈ പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പെയ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പ്രൊവിഷൻസ് മെയ്ഡ് എന്ന് പറയുന്ന എത്രയാണ്? 53,000 ആണ്. ഈ 53,000നെ ആഡ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ബാക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലിക്കേഷൻ സൈഡിൽ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഔട്ട്ഫ്ലോ ആണ്, 43,000 കാണിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എടുക്കേണ്ടത്. ഇനി ഇതിനെ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. എന്തേ ചെയ്യേണ്ടതുള്ളൂ, കറൻറ്റ് ലയബിലിറ്റി ആകുമ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ലയബിലിറ്റി എന്നുള്ളതിൽ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്ന ഐറ്റം എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എഴുതുന്നു. അത്രയേ ഉള്ളൂ. വേറെ എവിടെയും നമ്മളിത് ഈ അഡീഷണൽ ഇൻഫർമേഷനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അടുത്ത ഐറ്റം പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിനെയും ഇതുപോലെ നമുക്ക് ഒന്നുകിൽ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ ഇതിനൊരു ഐറ്റം ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നോ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഈസ് നീഡഡ്. ഇനി നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് എടുക്കുന്നത് എങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, അതായത് ഡിവിഡൻറ്റ് പ്രൊപ്പോസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസിംഗ് ഇയറിലും ഓപ്പണിംഗ് ഇയറിലും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനോട് കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. ഡിവിഡൻറ്റ് പ്രൊപ്പോസ്ഡ്, ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനായിട്ട് കാണുന്നു. ഓക്കെ, സപ്പോസ് നമുക്ക് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയാണോ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് അത് കംപ്ലീറ്റ് നമ്മൾ പേ ചെയ്തതായിട്ടാണ് കാണിക്കേണ്ടത്. അതായത് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ ഉള്ളത് അത് കംപ്ലീറ്റ് നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് കമ്പൽസറി ആയിട്ട് പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിവിഡൻറ്റ് എന്തായാലും പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പേ ചെയ്തു എന്ന് പറഞ്ഞ് ഇത്ര എമൗണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുക്കേണ്ടത്. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, പ്രീവിയസ് ഇയർ, അതായത് 2 ഇയറിലെയും തന്നിട്ടുണ്ടായിരിക്കും. അതിൽ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻ്റ് ആണ് നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത് കാണിച്ചിട്ട് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടായിട്ടും കൺസിഡർ ചെയ്യാം, ഒന്നുകിൽ കറൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി. ഈ ഇൻറ്ററിം ഡിവിഡൻറ്റ്, ഇൻറ്ററിം ഡിവിഡൻറ്റ് ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ ഇത് ഇൻ്റർ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഡ്യൂറിങ് ദി ഇയറിൽ കൊടുക്കുന്നതാണ്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ സൈഡിൽ പിന്നെ കാണിക്കുന്നു ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഈ 2 കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യുന്നു. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് കൂടാതെ ചിലപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 75,000, സെക്കൻഡ് ഇയറിൽ 90,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് 2,40,000, 3 lakh. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് 40,000. ഹൗ വിൽ യു ട്രീറ്റ് ദ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ആൻഡ് ഇൻ്ററിം ഡിവിഡൻറ്റ് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? എങ്ങനെയാണ് നമ്മൾ ഈ 2 എണ്ണത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇതിനെ കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സപ്പോസ് കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിൽ നമ്മൾ കറൻറ്റ് ലയബിലിറ്റി കാറ്റഗറിയിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എഴുതുന്നു. ഓക്കെ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് 75,000 എഴുതുന്നു, പിന്നെ 90,000 എഴുതുന്നു. അപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് കാണിക്കുന്നു. അതായത് കറൻറ്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. സോ ഡിക്രീസിങ് എന്ന കോളത്തിൽ എഴുതുന്നു. ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇൻ്ററിം ഡിവിഡൻറ്റ് എത്രയാണ്? 40,000. ഓക്കെ, സോ ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 2,40,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് വരുന്നത്? 3 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗറാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ബാലൻസിങ് ഫിഗറായിട്ട് 1 lakh കിട്ടുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും കൂടെ എഴുതും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് മാത്രമേ എഴുതേണ്ടുള്ളൂ? അപ്ലിക്കേഷൻ, അതായത് അപ്ലിക്കേഷൻ സൈഡിൽ എന്തെഴുതുന്നു? ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത്.
ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് 40,000 എഴുതുന്നു. പിന്നെ ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എഴുതുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 1 lakh എഴുതുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഈസ് ടേക്കൺ ആസ് കറണ്ട് ലൈബിലിറ്റി. ഇനി സപ്പോസ് നമ്മൾ ഇതിനെ കറണ്ട് ലൈബിലിറ്റി അല്ല നോൺ കറണ്ട് ലൈബിലിറ്റിയാണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുകയേ വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 75,000 ആണ്. ദെൻ ടു ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 90,000 ആണ്. ഇനി ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഡൻറ്റ് എന്തായാലും പേ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള, അതായത് ഈ 75,000 തന്നെയാണ് നമ്മൾ ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡിവിഡൻറ്റ് പെയ്ഡ് 75,000 കാണിക്കാം. അങ്ങനെ വരുമ്പോൾ ബാലൻസ് ഫിഗറായിട്ട് വരുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലുള്ള പിന്നെ ബാലൻസിങ് ഫിഗർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ വരുന്നു 90,000. ഓക്കെ, സോ ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മളിവിടെ കാണിക്കാതിരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എടുക്കണം. പറഞ്ഞ എമൗണ്ട് എഴുതുക, അല്ല പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ അത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന ഈ എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ അക്കൗണ്ട്. ഇനി നമ്മൾ പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ടു പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എഴുതുന്നത്? ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ എഴുതുന്നു 90,000. ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് 40,000 ക്വസ്റ്റ്യനിൽ വന്നത് എഴുതുന്നു. ദെൻ ബൈ ബാലൻസ് അതുപോലെ തന്നെ ബ്രോ ഡൗൺ 2,40,000 ടു ക്യാരി ഡൗൺ 3 lakh. അപ്പോൾ ഈ ബാലൻസ് ഫിഗറായിട്ട് വരുന്നതായിരിക്കും എന്ത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അപ്പോൾ കിട്ടുക 1,90,000 ആണ്. വ്യത്യാസം വന്നു. ഓക്കെ, നേരത്തെ 1 lakh ആണ് കിട്ടിയിരുന്നത്, ഇപ്പോൾ 1,90,000. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ സൈഡിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ളത് എഴുതണം. ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 75,000. ദെൻ ഇൻ്ററിം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് 40,000. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 1,90,000. ബാക്കി പിന്നെ സാധാരണ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ കേസിൽ ട്രീറ്റ് ചെയ്യേണ്ടത്, ഒരു നോൺ കറണ്ട് ലൈബിലിറ്റി ആണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഐറ്റമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ 1 year ഓർ ലെസ് ആണ് ഹെൽഡ് ചെയ്തിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് എടുക്കുന്നു. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതൊരു കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ലോങ് നാച്ചുറലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. എന്നിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പിന്നെ കാണിക്കുന്നു. എന്നിട്ട് നോക്കുക, ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത് നിന്ന് ഔട്ട്ഫ്ലോ ആണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ കാണിക്കുന്നു. ഇനി സപ്പോസ് ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെയിലാണ് ഉദ്ദേശിക്കുന്നത്. സെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഴ്സസ് ഓഫ് ഫണ്ട് എന്നുള്ളതിൽ കാണിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റിന് ആദ്യം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളത് തീരുമാനിക്കുക. ഷോർട്ട് ടേം ആണെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നു. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പിന്നെ ആണ് അപ്ലിക്കേഷൻ സൈഡിലോ അല്ലെങ്കിൽ സോഴ്സ് സൈഡിലോ എഴുതുന്നു. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആ ഡിഫറൻസിനെ നമ്മൾ
ഡിഫറൻസിനെ നമ്മൾ ഒന്നുകിൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിലായിട്ടാണ് കാണിക്കുക. ഓക്കെ, എന്നിട്ട് ആ പർച്ചേസ് സെയിൽ എന്നുള്ളതിന് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സ് സൈഡിലേക്കോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സൈഡിലേക്കോ മാറ്റുന്നു. ഓക്കെ, സോ ഇത്രയാണ് അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ടുള്ളത്.